നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സർവ്വ എക്സിറ്റ് പോളുകളും രംഗത്ത് വന്നു. എല്ലാ എക്സിറ്റ് പോളും ഒരെണ്ണം പോലും LDF ജയിക്കുമെന്ന് പറയുന്നില്ല. എല്ലാ എക്സിറ്റ് പോളും പറയുന്നത് UDF അധികാരത്തിൽ വരും. അത് നേരിയ മാർജിനും ഉണ്ട്, വലിയ മാർജിനും ഉണ്ട്. 0 മുതൽ 3 വരെയും 8 വരെയും 16 വരെയും BJPക്ക് പ്രവചിച്ച എക്സിറ്റ് പോളുകളുണ്ട്. എങ്ങനെയായിരിക്കും സാധ്യത? ഇല്ല, ഇതിപ്പോ എനിക്കിതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പ്രതീക്ഷിച്ച സംഗതികളൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ആ ജനവികാരവും ആ ട്രെൻഡും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ അത്ഭുതമൊന്നുമില്ല. എനിക്കിനി ആ കൂടെയുള്ളവർ അറിയേണ്ട ഒരു സംഗതി, UDFന്റെ വിജയം ഇപ്പൊ ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവേശിച്ചിരിക്കുന്നത് മനോരമയുടെ സർവേയിലാണ്. പരമാവധി 91 വരെ വരാം. അങ്ങനെ ഉള്ള ട്രെൻഡ് ഉണ്ടെങ്കിൽ ഞാൻ കരുതുന്നത് ഇത് 100 വരെ പോകാം. മനോരമയുടെ സർവേയില് ആണ് ഏറ്റവും കൂടുതൽ പ്രവചനം. മറ്റ് സർവേകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനോരമയുടെ മുമ്പത്തെ സർവേയായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. പ്രീപോൾ സർവേ നടത്തിയപ്പോൾ അവര് പരമാവധി സീറ്റ് പറഞ്ഞത് 82, അതായത് 69 മുതൽ 82. വാസ്തവത്തിൽ ജനവികാരത്തിൽ അപ്പോഴും ഇപ്പോഴും യാതൊരു വ്യത്യാസമില്ല. ഇത് ഇപ്പൊ കുറച്ചുകൂടെ അവർക്കൊരു കോൺഫിഡൻസ് വന്നു ഈ എക്സിറ്റ് പോൾ വന്നപ്പോൾ എന്നുള്ളത് മാത്രം. പക്ഷെ എൻ്റെ ഒരു നിഗമനത്തില് ഇപ്പോഴും ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. അവരൊരു 75 മുതൽ 80 സീറ്റ് വരെ നേടും. ഇന്നലെ ഈ എക്സിറ്റ് പോൾ എല്ലാം വന്നിട്ടും അവർക്ക് അവരുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസമോ അവർക്ക് ഒരു കുലുക്കമോ ഇല്ല. അവർ പറയുന്നത് 4-ാം തീയതി വരെ കാത്തിരിക്കൂ. അത് എന്ത് മാജിക് ആയിരിക്കും? അല്ല, അതിനകത്ത് മാജിക് ഒന്നുമില്ല. കാരണം 4-ാം തീയതി കൗണ്ടിങ് നടത്തുമ്പോഴത്തേക്ക് അവിടെ ഈ പോളിംഗ് ഏജന്റുമാർ കയറണ്ടേ, അവർക്ക് അതിനുള്ള ഒരു മൊറാല് വേണ്ടേ? അതെല്ലാവരും ചെയ്യുന്നത്. എന്നോട് പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, തൂക്കുമെന്ന് അറിയാമെങ്കിലും ഞങ്ങളത് പരസ്യമായി പറയാത്തതിന്റെ കാര്യം 4-ാം തീയതി പോളിംഗ് നടക്കുന്ന ദിവസം ആയിരക്കണക്കിന് പോളിംഗ് ഏജന്റുമാരകത്ത് കയറണം. അവർക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ഇത് എൻകറേജ്മെന്റ് കൊടുക്കണ്ടേ? അതിനുവേണ്ടി അങ്ങനെ ചെയ്യുള്ളൂ അവര്. അവർക്ക് എനർജിക്ക്. കാരണം അവർക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് കൊടുത്തില്ലെങ്കിൽ അവർ പോയിരുന്ന് വോട്ടെണ്ണാനായിട്ട് ചിലപ്പോൾ രാവിലെ വരത്തില്ല, നിരാശരായിട്ട് അവർ വിടിയിരിക്കും. അതാണ് എന്റെ സംഗതി. അല്ലാതെ ഇപ്പം ആൾക്ക് ട്രെൻഡ് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വരെയായിട്ട് ഇങ്ങനെ എക്സിറ്റ് പോൾ പ്രവചനം വന്നിട്ടില്ല. അതായത് എല്ലാ പ്രവചനങ്ങളും ഒരുപോലെ ഒരു പാർട്ടിക്ക് അല്ല ഒരു മുന്നണിക്ക് മാത്രമായിട്ട് നോക്കണം. ഇതേ ഏജൻസികൾ തന്നെ എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയ ആസാം, ബംഗാൾ, തമിഴ്നാട്, പോണ്ടിച്ചേരി, അവിടെ ഒന്നും എല്ലാ ഏജൻസികളും ഒരേ മുന്നണിക്കല്ല പ്രവചിച്ചിരിക്കുന്നത്. ആ വ്യത്യാസം ഇവിടെ കാണാം. ഇവിടെ വളരെ അത്ഭുതകരമായിരിക്കുന്നത്. കാരണം സത്യം എക്സിറ്റ് പോളിൽ കുറച്ചുകൂടെ പ്രകടമാവുന്നുള്ളതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നമുക്ക് ഒരു 10-20 വർഷമായിട്ട് പല തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോളുകൾ വരാറുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു മുന്നണി അതിന്റെ എനിക്ക് തോന്നുന്നൊരു UDFനൊരു ജനത്തിന്റെ മനസ്സ്, അതൊരു ഒഴുക്ക്. അതെ, അതല്ല ട്രെൻഡ് നമ്മൾ പറയുന്നത്. ഒരു തരംഗം എന്നൊക്കെ പറയുന്നത്, ഒരു തരംഗം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ. ഇവിടെ തരംഗത്തെക്കാളേറെ ഒരു ആന്റി ഇൻകംബൻസിയാണ്, ആന്റി ഗവൺമെന്റ് വികാരം ഒരു തരംഗമായി മാറി ഞാൻ കരുതുന്നു. പക്ഷേ ഒരു ആന്റി ഗവൺമെന്റ് വികാരം ഇല്ല, ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് LDFും CPM പറയുന്നത്. പറയേണ്ട കാര്യമാണ്. പക്ഷെ സത്യം അതല്ല. അങ്ങനെ വികാരം ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പിണറായി സർക്കാരിന്റെ ദൂർത്ത് ആൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഏകീകരണത്തിന് വഴിയൊരുക്കിയ പിണറായി വിജയന്റെ ചില നിലപാടുകൾ, അതൊരു കാരണമാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനെതിരായിട്ട് അങ്ങനെ ഗുരുതരമായ അഴിമതികാരമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതേറ്റില്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴിമതികാരണം ഉണ്ടായിട്ടും ആരോപണങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല. അതിന്റെ കാരണം നമ്മൾ ചർച്ച ചെയ്ത് അതേറെ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യമാണ്. കാരണം അന്ന് ഈ കോവിഡ് വന്ന സമയത്ത്, ഉരുൾപൊട്ടൽ വന്ന പ്രളയം ഉണ്ടായ സമയത്തൊക്കെ സർക്കാർ ഒരു നല്ല സുരക്ഷിതത്വ ബോധം ജനങ്ങൾക്ക് നൽകുന്ന തരത്തിൽ നല്ല സർക്കാരായിട്ട് പ്രവർത്തിച്ചു. നെഗറ്റീവ്സ് ഒന്നും ഇല്ലായിരുന്നു. അഴിമതി ആരോപണത്തിന്റെ പേരിൽ മാത്രം സർക്കാർ താഴെ ഇറക്കാമെന്ന് കരുതിയ പ്രതിപക്ഷത്തിനാണ് തെറ്റുപറ്റിയത്. ഇത്തവണ അതല്ല സാഹചര്യം. ഇത്തവണ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അതൊരിക്കലും LDF അംഗീകരിക്കാൻ പോകുന്നുമില്ല. പക്ഷെ സത്യമായിട്ട് തന്നെ അവശേഷിക്കുമല്ലോ. എനിക്കിപ്പോഴും എൻ്റെ ഒരു വിലയിരുത്തൽ,
തെളിയിക്കപ്പെട്ട അഴിമതികളൊന്നും രണ്ടാം പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിന് പോയിട്ട് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായിട്ടുള്ളതായി അങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല. വല്ലതുണ്ടോ? അല്ല, തെളിയിക്കപ്പെട്ട അഴിമതിയില്ല. കാരണം ഒരു കേസ് തന്നെ എടുത്തിട്ടില്ലല്ലോ, ഒരു കേസ് അന്വേഷിച്ചിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ വന്നിട്ടുള്ള കേസുകളൊന്നും അവിടെ എത്തിയിട്ടില്ല. അപ്പം തെളിയിക്കപ്പെട്ട അഴിമതികളൊന്നുമില്ല, അത് സത്യമാണ്. പിന്നെ അപ്പൊ അഴിമതി അല്ല വിഷയം, അതിപ്പോ വളരെ പ്രകടമാണ്. അഴിമതി അല്ല വിഷയം, വേറെ പല കാരണങ്ങളുമാണ്. അത് ഇനിയെങ്കിലും സർക്കാർ അല്ലെങ്കിൽ പാർട്ടി അന്വേഷിച്ച് അംഗീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ സമ്മതിക്കുന്നതാണ്. അപ്പൊ ഇത്രയും മുന്നണികളെല്ലാം പിന്നെ മത്സരിച്ചിട്ടും എന്ന് പറഞ്ഞാൽ മൂന്ന് മുന്നണി ശക്തമായ പോരാട്ടമായിരുന്നു. ഒരു ത്രികോണ മത്സരം തന്നെയായിരുന്നു കേരളത്തിൽ പ്രശ്നം നടന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളെക്കാളും ഒരു നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച BJP പോലും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഏജൻസികളും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അത് UDF-ന് വലിയൊരു പ്രതീക്ഷയല്ലേ? അല്ലേ, UDF പ്രതീക്ഷയല്ല. UDF ഇപ്പം മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള മുഖ്യമന്ത്രി ആരും തീരുമാനിച്ചാൽ മതി, ബാക്കിയല്ല. ഇതിനിടയ്ക്ക് ഒരു ട്രോള് കണ്ടു, 5-ാം തീയതി പന്തലിടാന്. എന്താ 5-ാം തീയതി പന്തലിടാൻ മുഖ്യമന്ത്രി പിന്നെ CPM പറഞ്ഞു. പക്ഷെ അത് ട്രോളായിരുന്നു. അത് ഒരിക്കലും അത് സാധ്യമല്ല. കാരണം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ 5-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റും. അതൊക്കെ വലിയ ട്രോളായിട്ട് വന്നൊരു കാര്യം. എങ്കിലും ഇതൊരു ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഇത് കാണേണ്ടത്. അല്ല, ഇതിനകത്ത് അത്ഭുതമൊന്നും എനിക്ക് മനസ്സിലാക്കാത്ത. കാരണം ഈ ജനവികാരം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇത് തന്നെയാണ്. അല്ല, ഇത് വലിയൊരു അത്ഭുതമൊന്നുമില്ല. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞ പ്രീ പോൾ ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്യാഞ്ഞെന്ന്? പ്രീ പോൾ ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രീ പോൾ ഇലക്ഷൻ നടത്തിയവർക്ക് അത് പുറത്തു പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് വളരെ കൃത്യമല്ല. നോക്കി, 69 മുതൽ 75 വരെ, 68 മുതൽ 82 വരെ, 67 മുതൽ 78 വരെ, ഇങ്ങനെയൊക്കെയാണ് എല്ലാ ഏജൻസികളും. കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇങ്ങനെയൊക്കെ എനിക്ക്. കാരണം അപ്പോൾ ജനങ്ങളുടെ വോട്ടിട്ടിട്ടില്ലല്ലോ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇനിയും എക്സിറ്റ് പോളിനെ ഇനിയും അട്ടിമറിക്കാൻ പറ്റില്ല. കാരണം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു, ജനങ്ങൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിനകത്ത് എന്ത് നടന്നാലും മാറ്റം വരില്ല എന്ന് ധൈര്യമുള്ളതുകൊണ്ട് അപ്പോൾ കിട്ടിയ സർവേയിൽ അപ്പോൾ ജനങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളെ ശാസ്ത്രീയമായി അവലോകനം ചെയ്ത് അവരോട് സത്യം പറഞ്ഞപ്പോൾ എല്ലാവരും പോലെയായി, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സർവേ സംഗതി വീണ്ടും ആരും പൈസ കൊടുത്ത് കള്ളത്തരം പറയിക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഒന്നെങ്കിലും LDF അനുകൂലമായിട്ട് പറഞ്ഞേനെ. അങ്ങനെ ആരോപണം ഇനി ഉന്നയിക്കാൻ പറ്റില്ല. ഈ സർവേ റിപ്പോർട്ടുകൾ പലതും ഈ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും. കാരണം ഞാൻ ജയിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി, ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ, എന്റെ വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കായിരിക്കണം, ഞാൻ വോട്ട് ചെയ്യുന്ന വോട്ട് അത് ആ വോട്ടുണ്ട് സ്ഥാനാർത്ഥി ജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേര്. ചെറിയ ശതമാനം ഉള്ളതൊക്കെ. അങ്ങനെയാണെങ്കിലും മാതൃഭൂമിയുടെ എക്സിറ്റ് പോളിലെ ഇത്തവണ LDF അധികാരത്തിൽ വരുമെന്നായിരുന്നു. എക്സിറ്റ് പോൾ അല്ല, ക്ഷമിക്കണം, മാതൃഭൂമിയുടെ സർവേ റിപ്പോർട്ടില് നല്ല ഭൂരിപക്ഷത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് പോലും ഇന്നലെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞില്ല, അവര് സർവേ നടത്തിയില്ല. പക്ഷെ ആക്സസ് മൈ ഇന്ത്യ എന്ന് അവർ കഴിഞ്ഞ സർവേ നടത്തി. ഇത്തവണ അവര് സർവേ നടത്തിയില്ല. എനിക്കൊന്ന് സർവേ നടത്താതിന്റെ കാരണം അവർക്ക് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള എക്സിറ്റ് പോളിലേക്ക് പറയാനുള്ള മടിയുണ്ടായിരിക്കണം. അല്ല, അവരെന്തുകൊണ്ടാണ് എക്സിറ്റ് പോൾ സർവേ നടത്താൻ? അല്ല, അത് അതിനകത്ത് ഒരു കാര്യമുണ്ട്. അവര് ഇടതുപക്ഷ മാനേജിംഗ് ഡയറക്ടർ തന്നെ ശ്രേയംസ് കുമാർ തന്നെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രി ഇടതുപക്ഷ നേതാവല്ലേ? അപ്പം ഇടതുപക്ഷ പ്രധാനമന്ത്രി. അതിന്റെ പേരിലൊന്നും അവർ വാർത്തയെ തടയുന്നൊരു പത്രമൊന്നും എനിക്ക് തോന്നുന്നില്ല. അവര് ആ ഒരു പത്രവും അല്ലെങ്കിൽ മാധ്യമവും അവരുടെ ഉടമസ്ഥയും ഒക്കെ രാഷ്ട്രീയവും ഒക്കെ രണ്ടായിട്ട് അവർ കൊണ്ടുപോകുന്നു. അതൊന്നുമല്ല പ്രശ്നം. അവർക്ക് ആദ്യത്തെ സർവേയിൽ അവര് പ്രീപോൾ സർവേയിൽ LDF ജയിക്കുമെന്ന് എങ്ങനെയോ അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അതിന് വിരുദ്ധമായിട്ടുള്ളതാണെന്ന് കണ്ടപ്പോൾ അവരത് അതിൽ നിന്ന് വിട്ടുപോകാനാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് പോലും പറയാൻ പറ്റാത്ത, പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു സാഹചര്യം. അതാണ് ഞാൻ കരുതുന്നത്. അതെ, ഏതായാലും എക്സിറ്റ് പോളുകൾ അനുസരിച്ച് UDF അധികാരത്തിൽ വരട്ടെ. പക്ഷേ തമാശ എന്താന്ന് വെച്ചാല് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തില്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ചരിത്രത്തില്, UDF-ന്റെ ചരിത്രത്തില് ഒരു വിജയം ഉറപ്പായ ശേഷം ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ പോകുന്ന ഒരു ഘട്ടം മൂന്ന് മുഖ്യമന്ത്രിമാർ. ഞാൻ പറഞ്ഞത് അത് നല്ല പ്രതിസന്ധി തന്നെയാണ്. ഹൈക്കമാൻഡിന്റെ ഒരു വലിയ തലവേദന തന്നെയാണത്. 3 പേര് മുഖ്യമന്ത്രിയാകാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. അതിനകത്ത് ജനവികാരം ഒരിടത്ത് ചില പിന്നെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെയും സമുദായങ്ങളുടെയും നേതാക്കന്മാരുടെ വികാരം വേറൊരാൾക്ക്, ഇതിനെല്ലാം ഉപരി അധികാരം കൈയാളുന്നത് വേറൊരാൾ. ഇങ്ങനെ 3 പേര് ഒരുപാട് നിൽക്കുകയാണ്. ഇതിൽ ആര് വരുമെന്നതിനെ കുറിച്ച് കൃത്യമായ അനിശ്ചിതത്വമാണ് നിൽക്കുന്നത്. ഒരു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമായിരുന്നു. UDF അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല.
കഴിഞ്ഞ ദിവസം ഞാൻ ജോണിനെ CP ജോണിനെ കണ്ടപ്പോൾ ജോണിനോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു 2 കാര്യം ഉറപ്പാണ്. ഒന്ന്, UDF അധികാരത്തിൽ വരും. 2, CP ജോൺ മന്ത്രിയാകും. ഇത് രണ്ടും എനിക്ക് ആരും സംശയമില്ല. കാരണം CP ജോണിന്റെ വിജയം ഉറപ്പാണ്, UDFന്റെ വിജയം ഉറപ്പാണ്. പക്ഷേ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ മുഖ്യമന്ത്രി ഇനി എങ്ങനെങ്കിലും മുഖ്യമന്ത്രി തീരുമാനിക്കുക, ആരെങ്കിലും പിടിച്ചിരുത്തുക. വേറെ പ്രശ്നം ആരൊക്കെ മന്ത്രിയാവും എന്നുള്ളതാണ്. അല്ല, അതില് ഒരുപാട് പ്രശ്നമൊക്കെ. അത് കാരണം അത് എന്തായാലും നമുക്കറിയാവില്ല. കേരളത്തിലെ ഇത്ര പേര് നായന്മാർ, ഇത്ര പേര് ഈഴവർ മന്ത്രിമാരെ കണ്ടുപിടിക്കാനോ പാട് ആരും ഇല്ല. ഷെഡ്യൂൾ കാസ്റ്റ്, പിന്നെ ഈ മുന്നോക്ക ജാതി തന്നെ ക്രിസ്ത്യാനികള്, അതില് തന്നെ ഓർത്തഡോക്സുകാര്. അതെ, അതിന്റെ സ്വഭാവം അതൊക്കെ വലിയ പ്രശ്നമാണ്. പക്ഷെ എന്നാലും മന്ത്രിമാരെയൊക്കെ തെരഞ്ഞെടുക്കുക അതൊന്നും പ്രശ്നമൊന്നുമില്ല. മുഖ്യമന്ത്രി ഒന്ന് തെരഞ്ഞെടുത്ത് കിട്ടിയാൽ ബാക്കിയൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കും. ലീഗ് ഒരു പ്രശ്നം ഉണ്ടാക്കത്തുമില്ല. അവർക്ക് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനം ഒന്നും വേണ്ട. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടത് അവര് എത്രമാത്രം സത്യമെന്ന് എനിക്കറിയില്ല. 4 മന്ത്രിമാരോ? അല്ലല്ല, അവരുടെ അതൊക്കെ നേരത്തെ അവർ പറഞ്ഞു കഴിഞ്ഞു. 4 5 അവർ 5 അർഹത അവർക്കുണ്ടാവും എണ്ണം അനുസരിച്ച്. പക്ഷെ അതല്ല പ്രശ്നം. അവര് BD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ശുപാർശ ചെയ്തെന്ന് ഇപ്പൊ ഞാൻ ചാനൽ വാർത്തയിൽ കണ്ടു. അത് ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ സങ്കീർണമാവുക. എളുപ്പമായോ സങ്കീർണമാവോ നമുക്കറിയില്ല. അപ്പൊ എന്തായാലും ഇനിയാണ് ശരിക്കുള്ള ഇനിയിപ്പോ ആളുകളുടെ കൺസേൺ വോട്ടെണ്ണലിനെ കുറിച്ചല്ല, അത് കഴിഞ്ഞു. ഇനിയുള്ള കൺസേൺ മുഖ്യമന്ത്രി. അത് നമുക്ക് ഇനി ഒരു 3-4 ദിവസം കൂടെ ചർച്ച ചെയ്യാം, കാത്തിരിക്കാം. എന്തായാലും ഒരു മെയ് മാസം ഒരു 20-ാം തീയതിക്കകത്ത് വെച്ചൊക്കെ എന്തായാലും ഒരു തീരുമാനം 20-ാം തീയതി വേണ്ട. ഒരു പുതിയ ഗവൺമെന്റ് അധികാരം 4-ാമത്തെ റിസൾട്ട് വരും, 10-ാം തീയതിക്കുമായിട്ട് മുഖ്യമന്ത്രി വരും. അല്ല, പുതിയ ഗവൺമെന്റ് അത് കഴിഞ്ഞ 2-3 പ്രാവശ്യങ്ങളായിട്ട് പുതിയ ഗവൺമെന്റ് ഒരു മെയ് 20-ന് ശേഷമാണ് വന്നിട്ടുള്ളത്. അത്രയും താമസം അത് സത്യപ്രതിജ്ഞ ചെയ്യാൻ താമസിച്ചു. തീരുമാനം കാരണം നീട്ടും തോറും പ്രശ്നമാണ്. അപ്പൊ എത്രയും ഹൈക്കമാൻഡ് എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് തീരുമാനത്തിലെത്തും. ഒരു 4-5 ദിവസം കൊണ്ട് തീരുമാനത്തിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ അത് നീണ്ടു വീണ്ടും ചർച്ചകൾ പോയി പ്രശ്നമാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെ ഒരു വ്യക്തത വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആഘോഷമായി നടത്തിയെങ്കിലും അടുത്ത മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ അത് അതിലും വലിയ ആഘോഷമായി തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.